നോർമൽ ഡേ, സാധാരണ ദിവസം അനുഗ്രഹമാണ്. ഹൗ വാസ് യുവർ ഡേ എന്ന് നമ്മൾ ചോദിക്കുമ്പോൾ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചിട്ടില്ലാത്തൊരു ദിവസമാണെങ്കിൽ നമ്മൾ പറയും ഇറ്റ് വാസ് എ ബാഡ് ഡേ എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലേ? പറയാറുണ്ട്. സാധാരണ ദിവസം എത്രത്തോളം അനുഗ്രഹമാണ് എന്ന് ലോകത്ത് ആരെക്കാളും ഇപ്പോൾ പറയാൻ പറ്റുന്ന ആൾക്കാരായിരിക്കും പക്ഷേ മിഡിൽ ഈസ്റ്റിലെയും വെസ്റ്റ് ഏഷ്യയിലെയും GCC രാജ്യങ്ങളിലുള്ള ആളുകൾ അല്ലേ? മാർച്ച് മാസത്തിൽ നമ്മുടെ അവസ്ഥ ഉണ്ടായിരുന്നു. ഒരു നോർമൽ ലൈഫിൽ നമ്മൾ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും സ്റ്റോപ്പായി പോയ ഒരു ദിവസം, എപ്പോഴും ആശങ്കയുടെ സൈറൻ വിളികൾ കേട്ടുകൊണ്ടിരുന്ന ദിവസം, മിസൈൽ ത്രെറ്റുകളും ഡ്രോൺ ആക്രമണത്തിന്റെ ത്രെറ്റുകളൊക്കെ ഫോണുകളിൽ മെസ്സേജായിട്ട് വന്നുകൊണ്ടിരുന്ന ദിവസം. എന്ന് മാത്രമല്ല ഈ ജീവിതം സാധാരണ നിലയിലേക്ക് എന്ന് പറഞ്ഞിട്ട് ബ്രേക്കിംഗ് ന്യൂസുകൾ വരുന്ന ഒരു സമയമായിരുന്നു. ഞാനിങ്ങനെ ആലോചിക്കാറുണ്ട്, ജീവിതം സാധാരണ നിലയിൽ എന്നുള്ളത് ഒരു ബ്രേക്കിംഗ് ന്യൂസ് ആകേണ്ട ഒരു കാര്യമാണോ? അല്ലല്ലോ. കാരണം നമ്മൾ ജീവിതം ഈ യുദ്ധം ഉണ്ടാകുന്ന സാഹചര്യത്തിന് മുമ്പും അതല്ലെങ്കിൽ കോവിഡ് പോലത്തെ ഒരു പാൻഡമിക് ഉണ്ടാകുന്നതിന് മുമ്പും നമ്മുടെ ജീവിതം സാധാരണമായിരുന്നു, നോർമൽ ജീവിതമായിരുന്നു നമുക്കുണ്ടായിരുന്നു. നമ്മുടെ ജീവിത വ്യവഹാരങ്ങളെല്ലാം സാധാരണ നിലയിലായിരുന്നു. നമുക്ക് ഏത് സമയത്തും പുറത്തിറങ്ങാം, നമുക്ക് എവിടെയും പോവാം, ആരെയും കാണാം, ഒന്നിനും ഒരു പേടിയില്ലാതെ, റെസ്ട്രിക്ഷൻ ഇല്ലാതെ പോകാൻ പറ്റുന്ന ഒരു സാഹചര്യം. നമ്മുടെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന ദിവസങ്ങൾ എത്രയോ കടന്നു പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ എല്ലാവരുടെയും ലൈഫിൽ അല്ലേ? പക്ഷെ അന്നൊന്നും നമ്മൾ അതൊരു ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് മനസ്സിലായിട്ടുണ്ടായില്ല. അപ്പോൾ സാധാരണ ദിവസം എന്ന് പറയുന്നത് ബ്ലെസ്സിങ് ആണെന്ന് മനസ്സിലാക്കുന്ന കുറച്ച് ദിവസങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ കടന്നു പോയത്. പറഞ്ഞത് ഡോണ്ട് വെയിറ്റ് ഫോർ സ്റ്റോം ടു റിയലൈസ് ഹൗ ബ്യൂട്ടിഫുൾ ദ കാം വാസ് എന്ന് പറയാറുണ്ട്. പക്ഷെ മനുഷ്യന്മാരുടെ എല്ലാവരുടെയും ഒരു പ്രശ്നം എപ്പോഴും ഇതുപോലുള്ളൊരു സ്റ്റോം, അത് കൊടുങ്കാറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്ന, കൊടുങ്കാറ്റ് വന്നാലേ മനുഷ്യന്മാർക്ക് ശാന്തതയെ പറ്റി മനസ്സിലാവുള്ളൂ. പക്ഷെ ആ ശാന്തത നമ്മുടെ ജീവിതത്തിൽ നിരന്തരം എല്ലാ സമയത്തും ഉണ്ടായിരുന്നു. പക്ഷെ നമുക്കത് മനസ്സിലാവണമെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ഏതെങ്കിലും ഒരു അർത്ഥത്തിൽ ഒരു കൊടുങ്കാറ്റ് നമ്മുടെ ലൈഫിൽ വരണം അല്ലേ? യുദ്ധം കഴിഞ്ഞു, ജീവിതം സാധാരണ നിലയിലായി, ആകാശം ശാന്തം. ഈ ആകാശം ശാന്തമായിട്ട് തന്നെ ഉണ്ടായിരുന്നു ഇത്രയും കാലം. അപ്പോൾ സാധാരണ ജീവിതം എന്ന് പറയുന്നത് ഒരു ബ്ലെസ്സിങ് ആണ് എന്ന് മനസ്സിലാക്കുന്ന ദിവസങ്ങളാണ് സത്യത്തിൽ ഇപ്പോൾ കടന്നു പോയത് അല്ലേ? ഈ ഒരു അവസരത്തിൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, സെലിബ്രേറ്റ് യുവർ നോർമൽ ഡേ.